നമസ്കാരം ടാകുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് 10 അടിപൊളി ലെറ്റ്സ് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 10 ഇമേജുകളോട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ 10 ലെറ്റ്സും അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്ത് നല്ല അടിപൊളി ലെറ്റ്സ് ആണ് കേട്ടോ. എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിനെ കളർ ഗ്രേഡിങ്ങിൻ്റെ പാനലിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ലെറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഇമേജ് ഇതാണ്. ഇതൊരു വീഡിയോ ആണെങ്കിലും ഇമേജ് ആണെങ്കിലും ഒരേപോലെ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ലെറ്റ് എവിടെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ മുകളിൽ അവിടെ ലെറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓഫ് ആയിരിക്കും മിക്കവാറും. മീഡിയ പൂൾ ആയിരിക്കും. അത് മാറ്റി ഇവിടെ ലെറ്റ് ഓൺ ചെയ്യുക, മീഡിയ പൂൾ അങ്ങ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഇവർ തന്ന ഒരുപാട് ലെറ്റ്സ് കാണാൻ പറ്റും. ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അതിൻ്റെ പുറമെ നമ്മുടെ ഒരു ഫോൾഡർ ഇവിടെ ഉണ്ടാവും. ഡാർക്ക് വൂൾഫ് 20 ലെറ്റ്സ് എന്നായിരുന്നു എഴുതിയത്, പക്ഷേ 10 ലെറ്റാണ് ആഡ് ചെയ്തത് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ കുറേ എണ്ണം ചറപറ ആഡ് ചെയ്തതൊന്നും അത്ര അങ്ങോട്ട് ഒരു സുഖം തോന്നിയിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ നല്ല രസമുള്ള ലെറ്റുകൾ മാത്രം തിരഞ്ഞു നോക്കി ടൈം എടുത്തിട്ട് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ 10 ഇന്ന് ഈ 10 നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പരിപാടിയോടെ നിർത്തില്ല എന്ന് പറഞ്ഞിരുന്നത് ഒരുപാട് ലെറ്റുകൾ നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് 1, 2, 3 എന്നുള്ള ഓർഡറിലാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിന് പറ്റിയ ലെറ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിനതിന് ഡിഫോൾട്ടായിട്ട് വരുന്നൊരു ലെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ലെറ്റാണ്. അതേപോലെ നമുക്ക് വേറെയൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷേ അതൊന്നും അത്ര കൂടി പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നില്ല അല്ലേ. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫുട്ടേജ് ആവില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫുട്ടേജും ചിലപ്പോൾ എല്ലാ ലെറ്റും അപ്ലൈ ആവുന്ന രീതിയായിരിക്കും. ഈ ഒരു ഇമേജ് ആണ് ഇതിൽ നോക്കിക്കോ. ഈ ലെറ്റ് അപ്ലൈ ആവും, ഈ ലെറ്റ് അപ്ലൈ ആവും, ഇത് അപ്ലൈ ആവും, ഇത് അപ്ലൈ ആവും, ഈ ഒരു ലെറ്റ് അപ്ലൈ ആവും. കണ്ടോ, ഇതൊക്കെ ഇതിന് ചേരുന്ന ലെറ്റുകളാണ്. കണ്ടോ, പക്ഷേ ഈ ഒരു ലെറ്റ് ഇതിന് അപ്ലൈ ആവില്ല. അതേപോലെ ഈ ഒരു ലെറ്റും ഇതിന് അപ്ലൈ ആവില്ല. പക്ഷേ ഈ ഒരു ലെറ്റ് നോക്കിയേ, ഇങ്ങനെ ഒരുപാട് അടിപൊളി. അപ്പോൾ എങ്ങനെയാണ് ലെറ്റ് അപ്ലൈ ചെയ്യുന്നത് നോക്കിയോ. ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവില്ലേ, നോഡ് ഓൺ ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ എസ്, വിൻഡോസിലാകുമ്പോൾ ആൾട്ട് എസ് ക്ലിക്ക് ചെയ്യുക. ഒരു നോഡ് സീരിയൽ നോഡിനെ ആഡ് ചെയ്യുക. ഇനി ഇങ്ങനെയല്ലേ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നോഡ് എന്ന് കാണാൻ പറ്റും. അതിൽ ആഡ് എ സീരിയൽ നോഡ് കൊടുത്താൽ മതി. ഇനി ഇവിടേക്ക് നമുക്ക് ഈ ലെറ്റിനെ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യാം. കമാൻഡ് ഡി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്തതുപോലെ കാണാനും പറ്റും കേട്ടോ. ഇനി അടുത്തത് ലെറ്റ് ഇതാണ്. ജസ്റ്റ് ഇവിടേക്ക് തന്നെ ആഡ് ചെയ്യാണ്. നോഡ് ആഡ് ചെയ്യാതെ തന്നെ കണ്ട. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ 2 ലെറ്റുകൾ നമുക്ക് ഒരേ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് വേണമെങ്കിൽ സീരിയൽ നോഡ് ആഡ് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അല്ലേ. അങ്ങനെ എത്ര ലെറ്റ് വേണമെങ്കിലും ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഇതാണ് ഞാൻ മൂന്നാമത്തെ ഈ ഒരു ലെറ്റാണ്. ഓക്കെ അല്ലേ. 4ാമത്തെ ഒരു വീഡിയോക്ക് പറ്റിയതാ ഈ ഒരു ലെറ്റാണ്. നല്ല അടിപൊളി ലെറ്റാണ്. ഇനി അടുത്തത് ഈ ഒരു ലെറ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീഡിയോ ഇതൊന്നും അല്ലല്ലോ, വേറൊരു വെറൈറ്റി അല്ലേ വരിക. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. താക്കണ്ട ബിഫോർ ആഫ്റ്റർ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ഇതിന് പറ്റിയ ലെറ്റ് എന്ന് പറഞ്ഞാൽ താക്കണ്ട നല്ല അടിപൊളിയാണ് അല്ലേ. ഇതും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലേ ഇതിന്. അപ്പോൾ ഈ ലെറ്റുകളൊക്കെ നിങ്ങളുടെ വീഡിയോ ഫുട്ടേജിന് എത്രത്തോളം ആപ്റ്റ് ആവുമെന്ന് നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. ഇനി അങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം അല്ലേ. ആദ്യം തന്നെ ഇവിടെ നമുക്കൊരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ പറ്റില്ല, ഒരു ഗിയർ ഐക്കൺ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ മാസ്റ്റർ സെറ്റിങ്സിലായിക്കട്ടെ താഴേക്ക് കളർ മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു സെറ്റിങ്സിലേക്ക് വരിക. ഇതിൽ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ലെറ്റ് ഫോൾഡർ എന്ന് പറ്റും. ആ ഒരു ഫോൾഡർ നമ്മളവിടെ ഓൺ ആക്കി വെക്കുക. ഓക്കെ അല്ലേ. ഈ ഒരു ഫോൾഡർ ആയിരിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡൗൺലോഡ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് എത്തുക. ഇതിൻ്റെ അത് നമ്മുടെ വെബ്സൈറ്റാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ലെറ്റുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതൊക്കെ നോക്കുക, അതിൻ്റെ വീഡിയോസ് കണ്ടു നോക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു തംബ്നെയിലിൻ്റെ താഴെയുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് എത്തുക. ഇതിൽ നമുക്കിവിടെ ആഡ് ബ്ലോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓഫ് ആക്കിയിട്ട് കേട്ടോ. ആഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റിലേക്ക് കയറാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഡൗൺലോഡ് 10 ലെറ്റ് വീഡിയോ ഗ്രേഡിംഗ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. മീഡിയ ഫയറിൻ്റെ പേജിൽ വരും. 2 MB ഉള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡും കൊടുക്കുക. ഇനി നമുക്ക് നേരെ ഫൈൻഡറിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ഫോൾഡറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ഫോൾഡർ കാണാൻ പറ്റും അല്ലേ. വിൻഡോസിലാണെങ്കിലും കാണാൻ പറ്റും, മാക്കിലാണെങ്കിലും ഡൗൺലോഡ് ഫോൾഡർ കാണാൻ പറ്റും. അവിടെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തതാ ഡാർക്ക് വൂൾഫ് 10 ലെറ്റ് എന്നുള്ള ഈ ഒരു സിപ്പ് ഫയൽ കാണാൻ പറ്റും. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺസിപ്പ് ചെയ്യുക. ഏതെങ്കിലും വിൻറാറോ വിൻസിപ്പോ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. മാക്കിലാണെങ്കിൽ ബെറ്റർ സിപ്പോ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുക. ഇതിനെ എന്ത് ചെയ്യുക, ഫോൾഡറോടൊക്കെ നേരെ ഡ്രാഗ് ചെയ്ത് ഇവിടെ പുറത്തേക്ക് ആഡ് ചെയ്യുക. ആ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ച ഫോൾഡറിന് അതേപോലെ ഈ ലെറ്റിൻ്റെ ഫോൾഡർ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഡാവിഞ്ചിന്ന് ഓപ്പൺ ആക്കി വെച്ച ആ ലെറ്റിൻ്റെ ഫോൾഡറിൻ്റെ അകത്തേക്ക് ഇതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കോപ്പി പേസ്റ്റ് ആക്കുക. ഇനി നേരെ ഡാവിഞ്ചിൻ്റെ അകത്ത് വരിക, ഇത് ക്യാൻസൽ ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഫോൾഡർ കാണുന്നില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് റീഫ്രഷ് എന്നൊരു ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ കണ്ടോ 10 ലെറ്റ് എന്നുള്ളൊരു ഫോൾഡർ വന്നു. ഇനി ഇതിനെ ഇതേപോലെ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടേക്ക് സീരിയൽ നോഡിനെ ആഡ് ചെയ്യുക. ഏതിലാണോ ആഡേണ്ടത്, ഇതിലാണെങ്കിൽ ഇതിൽ സീരിയൽ നോഡിനെ ആഡ് ചെയ്യുക. അവിടേക്ക് നമ്മളിതൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ, ഇത്രേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെറിയ കളർ ഗ്രേഡിങ്ങുകളൊക്കെ ചെയ്യണമെങ്കിൽ അതും പോസിബിളാണ് കേട്ടോ.
വളരെ സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.